A2N മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വടകര സർഗാലയിലേക്കുള്ള യാത്രയാണ്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട് കൂടെ, ഞാനും എൻ്റെ മോനും ഉണ്ട്. പിന്നെ കൂടാതെ ഞങ്ങളെ അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ വൈഫും മോനും ഉണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം. വടകരയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഇരിങ്ങൽ എന്ന സ്ഥലത്താണ് ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വടകരയിലെ ഇരിങ്ങലിലെ ക്രാഫ്റ്റ് വില്ലേജ് ആണ്. കലയുടെയും പാരമ്പര്യ കരകൗശലങ്ങളുടെയും നിർമ്മാണത്തിൻ്റെയും ഒരു വിസ്മയ തീരം, കേരളത്തിലെ തന്നെ പാരമ്പര്യ കലാകാരന്മാരുടെ ദിവസങ്ങളോളമുള്ള കഠിന പ്രയത്നങ്ങൾ, അത്ഭുത സൃഷ്ടികൾ മേളിക്കുന്ന സംഗമ സ്ഥലമാണ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സർഗാലയിലെ എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. സാമൂതിരിയുടെ പടനായകൻ കുഞ്ഞാലി മരക്കാരുടെ ധീരചരിത്രമുറങ്ങുന്ന കടത്തനാടൻ മണ്ണാണ് ഇരിങ്ങൽ. പടക്കപ്പലുകളെ നിരീക്ഷിക്കാൻ മരക്കാർ കയറി നിന്ന പാറയുടെ അവശേഷിപ്പും ഇവിടെയുണ്ട്. അതിനു ചുറ്റിലും 20 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്രാഫ്റ്റ് വില്ലേജ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലായാണ് ഇത് പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പാസ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം പാസ് എടുത്ത് ഉള്ളിൽ കയറി. ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കരകൗശല കുടിലുകൾ കാണാം. ഓരോ കുടിലുകളിലും വ്യത്യസ്ത കരകൗശലമാണ് നടക്കുന്നത്. ടെറാക്കോട്ട കളിമൺ ശില്പങ്ങളുടെ നിർമ്മാണം, മുള കൊണ്ടുള്ള കരകൗശല നിർമ്മാണം, ഓല കൊണ്ടും ചിരട്ട കൊണ്ടുമുള്ള നിർമ്മാണം, കയറുകൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണം, നെയ്ത്തുശാല കൂടാതെ മാഞ്ചിപ്പുല്ലുകളുടെ തടി കൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണം, തടി, മെറ്റൽ എന്നിവ കൊണ്ടുള്ള നിർമ്മാണം എല്ലാം നമുക്ക് ഇവിടെ കാണാം. നിത്യേന ആവശ്യമുള്ള വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണം, വിൽപ്പനയും നടക്കാറുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന അന്താരാഷ്ട്ര കരകൗശലമേള സർഗാലയുടെ പ്രവർത്തനത്തിലെ നാഴികക്കല്ലാണ്. എല്ലാ വർഷവും ഡിസംബർ, ജനുവരി മാസങ്ങളിലായാണ് മേള നടക്കുന്നത്. രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമുള്ള കലാകാരന്മാരെ അണിനിരത്തിയൊരുക്കുന്ന മേള സന്ദർശിക്കാൻ തദ്ദേശീയരും വിദേശികളുമൊക്കെയായി ലക്ഷക്കണക്കിന് പേർ എത്തുന്നുണ്ട് കേട്ടോ. മേളയോടനുബന്ധിച്ച് സായാഹ്നങ്ങളിൽ കലാവിരുന്നുകളും കൂടാതെ ഭക്ഷണ സ്റ്റോളുകളും ഉണ്ടാവുന്നതാണ്. ടൂറിസം രംഗത്ത് സമഗ്ര സംഭാവന നൽകി ആഗോള മാതൃക സൃഷ്ടിച്ചതിന് കേരള ടൂറിസം വകുപ്പിന്റെ പ്രത്യേക ബഹുമതി സർഗാലയ സ്വന്തമാക്കിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെയുള്ള എല്ലാ കരകൗശലങ്ങളുടെയും ഒരു കൊച്ചു മാതൃക മാത്രമാണ്. ഇനി നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്ന പോലെ ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും സന്ദർശിക്കണം. ഇവിടുത്തെ കാണാ കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കുട്ടികൾക്കുള്ള പാർക്കും റൈഡിങ്ങും അതുപോലെ തന്നെ ബോട്ടിങ്ങും നമ്മൾ അനുഭവിച്ചറിയാറുണ്ട് അല്ലേ? എന്നാൽ അതിലുപരി ഇവിടെയുള്ള ആളുകളുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കരകൗശലങ്ങളുടെ മേള തന്നെയാണ് നമ്മളെ വരവേൽക്കാൻ പോകുന്നത്. ഈ ഒരു ഹാളിൽ ഉണ്ടാകുന്ന സംഗതികൾ മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്ന സംഗതികൾ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ട് 1 വീഡിയോ ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തത് മാത്രം. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വരും വീഡിയോകൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പല സെക്ഷനിൽ പോയിട്ട് പല ആളുകളോടും സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങളിതിങ്ങനെ നിർമ്മിച്ചെടുക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ വീഡിയോയിലെ എല്ലാ കാണാ കാഴ്ചകളിലേക്കും പോകാം. അതുപോലെ തന്നെ പാർട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ വീഡിയോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക.
കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയുള്ള കരകൗശലങ്ങളുടെ ചെറിയ ഒരു രൂപം മാത്രം നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പലതരം വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത സെക്ഷനിലൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളും ഇവരുണ്ടാക്കിയ സാധനങ്ങളിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക, അതുപോലെ എൻ്റെ വീഡിയോ കാണാം. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really